രാവിലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇട്ടില്ല. ഷെഫിന്റെ കൈമൊക്കെ മിന്നണ വാച്ചൊക്കെ ഷോണപ്പന്റെ വാച്ച. ആ ഇമ്മല് ടീം ഗ്രൂം എഴുതാനുള്ളതാണ്. മുന്നേ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി യുവതി. കുട്ടികളല്ല ഇവരെ പോലെ തന്നെ ആയിരുന്നു, അത്ര അടുപ്പായിരുന്നു. സ്കിപ്പ് അടിച്ചു പോയി. നമ്മള് സോംബേബിന്റെ അടുത്തേക്ക് പോവാണെങ്കിൽ നമ്മള് ഫ്രണ്ടാവാ പോവാണ്. ഫ്രണ്ട് ആരാണ്? സോംബേബി. കൂട്ടി പോകണല്ലോ. എയർപോർട്ടിലെത്തി. പുറത്തേക്ക് ഇറങ്ങിക്കാണ് ഇവര് കൂട്ടണല്ലോ. എയർപോർട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങിയാ പോരെ. ഞങ്ങളിതിന് മുന്നിൽ തന്നെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പൂട്ടാന്നറിയാം. ഇതിന് മുന്നിൽ തന്നെ മൂടുപോയി മാറ്റി തുടങ്ങിയതേ. കുറച്ചുകൂടി മുന്നേ നീറ്റാ മതി. അപ്പൊ ഇതിന് സന്തോഷം ഉണ്ടാ ഷോൺ ബേബി എന്നത്? ഷോൺ ബേബിനെ കാണുമ്പോ അപ്പുഷ എന്താ പറയാ ഫസ്റ്റ്? ഞാന് ആനനെ കണ്ടു പേടിച്ച്. അത് പറയാ? വെരി ഗുഡ്. വേറൊന്നും പറയരുതട്ടാ, വേറൊന്നും പറയില്ലല്ലോ. ആരുടെയോ ടീഷർട്ട് അടിച്ചു മാറ്റിയാണ് സാധനം ഇട്ടിരുന്നു. സാധനം പരിഷ്കാരിട്ടാ ഉണ്ടോക്കിയേ. ഇത് യാതൊരു ബന്ധമില്ലല്ലോ. മഫ്ത, ടീഷർട്ട്, ജീൻസ്, തൊട്ടി, ചെരുപ്പ്. അല്ല ഞാൻ ക്യാമറ തിരിക്കട്ടെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ സുന്ദരനും സുമുഖനുമായി ഇത്രയും നല്ലോണല്ലോ. അപ്പൂസ് കുളിക്കാതെ വന്നത്. ശംലി പല്ലേച്ചിട്ടില്ല. രണ്ടട്ടം. എന്തിനാ? എല്ലക്കുട്ടിയെ എപ്പോഴാണ് പല്ലേച്ചി? എപ്പോ? എടാ നോക്കാം, ആൾക്കാർ വരുന്നുണ്ട്. കൂളിംഗ് രാവിലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇട്ടില്ല. സണ്ണൊന്നുമില്ല ഇവിടെ. രാവിലെ തന്നെ കൂളിംഗ് ഗ്ലാസ് ഇട്ടില്ല. അമ്മേ തായോ. ഫുള്ള് ഡയറ്റിലാണ്, ഫ്രൂട്ട് ഡയറ്റ് ഇരുന്നതുകൊണ്ട്. കാണാപ്പോ ആദ്യ കുട്ടിയുടെ ഇത് പിടിച്ച ഇതുവരെ ആവശ്യമില്ല. കണ്ണ് കാണാത്തവനാണ് വല്ലതും തരണേ. ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. അവനെടുത്തപ്പോ നോക്കി
ഏത് ഞാൻ ഇല്ലാതെ വീഡിയോ ഇങ്ങനെ വീണാവരില്ല കാണിച്ചിട്ടാ ഇത് ഒറിജിനലാ അത് സാധനം 10 രൂപ ഇതെന്താ ക്യാമറ ഒരാളും കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടാ. അനുവിനെ കൊറേ ആയിട്ടുണ്ടാവും കണ്ടിട്ട്. മിഷിന്റെ ഫ്രണ്ട് വന്നു അനുവിന്റെ ആളാണോ അവന്? നിങ്ങള് കൊറേ വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ ഞാനോ എന്നെ പുറത്താക്കികള് അങ്ങനെ ഞാൻ അത് അതന്നെ അവിടെ ഫോട്ടോ എടുക്കട്ടെ. ആ ഫോൺ കേട്ട് ആ തമ്മനയില് നിക്കാണ് ഞാൻ ഇല്ലാതെ ആടൂല. ഫോട്ടോഗ്രാഫർ ആക്കിയതാ അവിടെ അനുവിനെ നോക്കണേ. അനു ആരാന്ന് ചോദിക്കണ. അനു ആണ് ഷബന്റെ കാക്ക. അനു എന്താ ഫ്രണ്ട്സ് വരും പറഞ്ഞ വിളിക്കാന് ഉണ്ടവിടെ. ഈ ഷെഫിന്റെ കൈമൊക്കെ ഒക്കെ മിന്നണ വാച്ചൊക്കെ. ഷോണപ്പന്റെ വാച്ച. ഇത് ഷോണുവിന്റെ വാച്ച. ഓർമ്മ ഉണ്ടാ? ഇതെന്താ കൊറേ ആൾക്കാർ രാവിലെ തന്നെ നീച്ചിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാ ലാഭം ഇന്നലെ വന്നതല്ലേ. ഈ മറ്റേ കണ്ണടല്ലേ ഏത് പൊന്നും വില പിന്നെ ഇതാണ് മറ്റേത് ഗ്രൂം ടു എന്താണ് ഗ്രൂം ടീം ഗ്രൂം. ആ ഇവല് ടീം ഗ്രൂം എഴുതാനുള്ളതാണ്. അത് ഒരു വെള്ള തെറ്റ് എഴുതുള്ളൂ. ഇതതിന് റീൽ ഇറങ്ങാനുള്ളതാണ്. അവസാനം കിട്ടിയാണ് ഇത് മറ്റേ റീൽ ഇങ്ങനെ എല്ലാരും വണ്ടി ഇപ്പാനി ഷമീമിന്. ഇതാണ് മുന്നേ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വെരി നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതാണ്. ഞാനില്ലാതെ വീഡിയോയിൽ ഒരു മീനാണ് കാണിച്ചിട്ടാ. ഷോണപ്പന എങ്ങനെ ഉണ്ടായിരുന്നു? ഉറങ്ങിയ രാത്രിയല്ല. അതിനനുസരിച്ച് ടിക്കറ്റ് എടുത്തതാണ്. എന്നാ പോവല്ലേ? ആ എത്ര കൊറേ നേരം ഇരിക്കേണ്ടി വന്ന അവിടെ? എല്ലാരും കൂട്ടി പോവാണെന്ന് പറഞ്ഞേ. കണ്ണൊക്കെ നിറഞ്ഞിരിക്കണം. ആദ്യം നോക്കി ഈ പഹയം വന്നല്ല വീണ്ടും വന്നല്ലോ. രാജാത്തിയായിട്ട് അവിടെ സ്ഥലമില്ലായിട്ട് ക്യാമറ പോയിക്കോട്ടെ. നമുക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അപ്പൂസേ എന്ത് പറ്റി? പിന്നെ അല്ലാതെ രാവിലൊക്കെ ഇങ്ങനെ ഒരുക്കി വന്നാലേ ഞങ്ങള് സൗദിന്ന് വന്നാണ്. ഹലോ മറ്റാൾക്ക് അവിടെ കേറുന്നുണ്ട്. അവിടെ കേറി നിന്നിട്ട് മമ്മമാരെ കൊണ്ടുപോയി. രണ്ടാളും ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? എടുത്തോക്ക് ഷോണിനെ എടുത്തോക്ക്. ഇല്ലാല എല്ലാം എടുത്തോക്ക്. എന്താണ് വരുന്നില്ല. അമ്മമ്മന്റെ കൈ കടയൂ. അല്ലോ ഓന്റെ അടുത്തേക്കും പോണില്ലേ?
പന മറന്ന എന്നാ പോവല്ലേ. നിന്റെ സ്കില്ല് കാണിച്ചാ നല്ല സ്കില്ലൊന്നും കാണിക്കണ്ട. വാ വാ പോരെ. ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി യുവതി. ഒരു മധ്യവയസ്ക അങ്ങനല്ല, മധ്യവയസ്ക യുവാവിനെ ഇടിപ്പിച്ച് തെറിപ്പിക്കാൻ നോക്കിന്ന്. ഇറങ്ങുമ്പോഴേ ഞാനൊന്നാകെ പെട്ടി ഞാനൊക്കെ കൂടി വീണത് ഓർമ്മയില്ല മനുഷ്യർക്ക്. എനിക്ക് അറിയാത്തോണ്ടല്ലേ എയർപോർട്ടിൽ എങ്ങനെ വരേണ്ടതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ആദ്യമായിട്ട് ഷംലി അതിന് മുന്നിൽ പോയ പെണ്ണ് എക്സ്കലേറ്ററിൽ അവിടെ നിന്നതാണ്. എസ്കലേറ്ററിൽ സ്റ്റൈലാക്കിയിട്ട് വരായിരുന്നു. എസ്കലേറ്റർ എന്ന് പറഞ്ഞ പറഞ്ഞത് തുപ്പിണ് പറഞ്ഞാ പോലെ പല്ലും ഞാനും തേച്ചിട്ടില്ല. എന്നാലും മേക്കപ്പിന് ഒരു കുറവില്ലല്ലോ. ഷില്ലിക്കുട്ടി അനു പോയാ? അനു വേറെ പോവാണ്, അവന്റെ ഫ്രണ്ട്സ് വരാൻ. നല്ല നോക്ക്, ഞങ്ങള് നിങ്ങളെ വിളിക്കാനും വീട് കുടുംബസമേതം മൊത്തം 2 വണ്ടി 3 വണ്ടിയിട്ടാ വന്നിക്കണ്. എന്ത് തോന്നുന്നു? ഈ പെട്ടെന്ന് പോവും. പൂസൊക്കെ മെച്യൂരിറ്റി വന്നിക്കണ്. അപ്പൂസിന് എന്തൊക്കെയാ കൊണ്ടു നിക്കണാലോ. കഴിഞ്ഞിട്ടല്ലേ ഈ പെല്ലി ഷോണൊക്കെ. ഇപ്പൊ അതിന്റെ അടുത്ത് കയറണില്ല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അതല്ല, ഒരു കഥ പറയാനുണ്ട്. കഥ എന്ന് പറഞ്ഞാല് അങ്ങനല്ല, ഒരു കഥ സൊല്ലട്ടുമാ. അതായത് എന്താണ്, നിങ്ങൾക്ക് അറിയണ്ടാവോ, എനിക്ക് ഒരു കിളി ഉണ്ടായിരുന്നു ഞങ്ങളെ വീട്ടില്. നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളെ വീട്ടില് കിങ്ങിണി അതുപോലെ കുട്ടാപ്പി ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കിങ്ങിണി മാത്രം ഉണ്ടായിരുന്ന ഒരു ടൈമുണ്ട്. 3 കിളികളുണ്ടായിരുന്നു. ആ, അങ്ങനെ ഈ കിളികൾ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് വെച്ചാല് ഈ വെല്ലക്കുട്ടീനെ പോലെ ആയിരുന്നു ഞങ്ങൾക്ക്. വെല്ലക്കുട്ടീനല്ല, ഇവരെ പോലെ തന്നെ ആയിരുന്നു. അത്ര അടുപ്പായിരുന്നു. സ്കിപ്പടിച്ചു പോയി. സമയം കൊടുക്കുക പറയണോ? എന്നിട്ട് ഞാൻ ചുരുക്കി പറയാം. അന്ന് എന്താണ്, ഈ കിളികളെ കളിപ്പിക്കുമ്പോ എല്ലാരും ഇങ്ങനെ കളിയാക്കിയിരുന്നതാണ് കേട്ടോ. ഷംലി കുട്ടികളില്ലാഞ്ഞിട്ടാണ് കിളീനായിട്ട് നടക്കുന്നതെന്ന്. അതുപോലെ ഉമ്മാനെ ഒരിക്കൽ കളിയാക്കിയിട്ടുണ്ട്. പേരക്കുട്ടികളില്ലാത്തോണ്ടാണ് അല്ലേ കിളികളെയും കളിപ്പിച്ചിരിക്കുന്നതെന്ന്. ഇപ്പൊ കണ്ടോ, പേരക്കുട്ടികൾ തല്ലാണ്. ഈ ഷോണമ്മനെ ഉമ്മ എടുത്തപ്പോ വെല്ലപ്പനെ പോയി പിടിച്ചിട്ട് നോക്കിയേ കണ്ടാ. അപ്പൂസാണെന്നോ മുഖം കയറ്റിയിരിക്കണുണ്ട്. വേറെ തല്ലാണ്, ഉമ്മമാക്ക് വേണ്ടിട്ട് തല്ലാണ്. എല്ലാരല്ലേ എല്ലാരും കാണട്ടെ. മാഷാ ഇനി എന്താണ്, ഇനി ഷെഫിക്ക് എന്താ പറയല്ലോ? ഷെഫി എന്താ നല്ല കഥ പറയും. എന്റെ കഥ ബോറിംഗ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് കഥ. ഞാൻ ലാൻഡ് ചെയ്തിട്ടുള്ള കഥ ആവണല്ലോ കുറച്ച്. ഷെഫി അറിയാൻ പോവാണ്. ഷംലി രാവിലെ തന്നെ എണീറ്റാണ്ട് വിട്ടാ മതി. ഞങ്ങൾ മാത്രം മുന്നോട്ട് വെച്ചേക്കാം. രാവിലെ തന്നെ എണീറ്റാണ്ട് വയലൻസ് ചൂസ് ചെയ്തു. ഇപ്പൊ എല്ലാവർക്കും കൊടുത്തില്ല, കളിയാക്കി. ഷംലി ആർക്കൊക്കെ ആയിട്ട് കുത്തിയാള. എനിക്കറിയാം ആരാന്നുള്ളത്. ഞാൻ പറയൂ 2 വരാ. നല്ല ബ്രാഹ്മിൻസ് ഹോട്ടൽ ഇതിന്റെ ഹോട്ടലുണ്ടോ? നെയ്റോസ്റ്റ്. തിരുവത്ര മറ്റേത് ക്ലോസ് ആയിട്ടുണ്ടോ? നല്ല നെയ്റോസ്റ്റ്. വിശന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല 2 നെയ്റോസ്റ്റ് ഇന്നോട സെറ്റപ്പ് സംഭവങ്ങൾ.
ഇവിടെ ഒരുത്തിണ്ട്. അവര് അവരോടൊക്കെ എന്താ എത്ര ഒരു കിസ് റൊമാൻസ് ഒക്കെ ഉണ്ടാവും അവരുടെ അവന്റെ പെണ്ണാണല്ലോ. ഉമ്മച്ചി കൊടുക്ക ഇടക്കിടക്ക് വന്നിട്ട് സാധനം വെച്ച് കൊടുക്കുമ്പോ ചിരിക്കൂലട്ടാ. അപ്പൂസ് വെച്ച് വീട്ടിലടാ കിട്ടിയ ദിവസം കാറുണ്ട് അവിടെ. ഓണപ്പൂവിന്റെ കാറ് ഓടി നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഓ എന്നെ വീഡിയോ എടുക്കുകയാണ് ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഞാൻ വീഡിയോ കൊണ്ടുപോയപ്പോ ഒറ്റ അന്നും ടിക്കില്ല ഇന്നും ടിക്കില്ല സനനെ ബാക്കിക്ക് തട്ടി. സനക്കഥ കൂട്ടുവായ ഇടണേ. നിങ്ങൾ എത്ര മണി കഴിക്കണേ? 5:30 നമ്മളിറങ്ങിയത്. ഡിസ്കഷൻ എടുത്ത് പുഷിനെന്താ വേണ്ടത്? പുഷൻ റോസ്റ്റർ ഇല്ല കേട്ടോ അവിടെ. വേണ്ടി സ്മെല്ലുണ്ടല്ലോ. എന്ത് പുറത്താണ് അതുകൊണ്ടൊന്നല്ല, എല്ലാവരും കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്താ ഇങ്ങനെ കോലം? അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിരിക്കുന്നു. ആക്ക് ഷൂമെന്ന് പറിച്ചിട്ടതാടി. പുഷ്പം എന്നൊന്ന് പഠിപ്പിച്ചു കൊടുക്കല്ലോ എന്റെ കുട്ടിക്ക്. ഫ്ലോ പുഗ് പുഗ് പുഗാണല്ലോ. അവിടെ ഒരാള് നോക്കിയേ. അതാ അപ്പൂസിനെ കൊണ്ടുപോയി വല്ല കുട്ടിയെ. അത് അപ്പൂസിനെ കൊണ്ടുപോയി. ഷോണ ചിരിക്കണൊക്കെ പേടിയാണ്. അവനിക്ക് അതുപോലെ ഇരുന്ന് ശീലല്ലേ. ഞങ്ങളിത് ഐശ്വര്യമായിട്ട് വീട്ടിലെത്തിയിരിക്കുന്നു. പിന്നെ വലതുകാലം വെച്ച് കയറിയിരിക്കുന്നു. 5 വർഷം ചേട്ടാ വൈൻഡപ്പ് ചെയ്തോ? എന്താ പറയണ്ടത് പറഞ്ഞോളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഈ യാത്ര തുടങ്ങുന്നേ ഉള്ളൂ. കല്യാണത്തിന്റെ നാളെ
നാളെ ഗ്രൂം ടു ബി ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കണം, പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടന്നോ യോ യോ അറിയില്ല, ഉമ്മാനോട് ചോദിക്കേണ്ടി വരും. അഷ്ടമി എന്താ ഷഷ്ടമിയാ? ഷഷ്ടപൂർത്തി 75ാമത്തെ 50ാമത്തെ വയസ്സിൽ. അപ്പൊ ഇനി കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും, കല്യാണ തലേന്ന് ഒക്കെ. അതിന് സീരീസ് ഇത് പോകുമ്പോൾ തിട്ടിട്ടുണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ ബൈ ബൈ. അപ്പൂസിനെ കാണുന്നില്ല. നിങ്ങളെ കൈ ഇതാക്കി കാണേ, ആ കുട്ടിയെ ആ ബാക്കിൽ കാണുന്നുണ്ട് അപ്പൂസിനെ. ഓക്കെ, അപ്പൂസ് കണ്ടോക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഷെഫി മുന്നേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആയി കമൻറ്റ് ബോക്സിൽ ഷെഫി എവിടെ, മുന്നേ എവിടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഷോൺ ബേബിനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരൊന്നും നിക്കാഹിനില്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് നിങ്ങൾക്ക് കാണാം അവരൊക്കെ. പിന്നെ ഇനിയുള്ള വീഡിയോസിൽ അവരെല്ലാം ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇൻഷാല്ലാ. കാരണം എല്ലാവരും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്തരം കളർഫുൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതാ പെട്ടി ലീക്കാക്കലിലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, കാരണം ഇനി ഒരുപാട് കല്യാണ വീഡിയോസൊക്കെ വരാനുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും ഓൾ, ബൈ.